എൻ്റെ കയ്യിൽ ഈ ഇരിക്കുന്നത് ബൈബിൾ മുഴുവനായി പകർത്തി എഴുതിയതാണ്. ഇന്നിവിടെ മാർക്കോസിൻ്റെ സുവിശേഷം എല്ലാവരും എഴുതി അതും പരിശുദ്ധ മാതാവിന് സമർപ്പിച്ചപ്പോൾ എൻ്റെ കൂടെയുള്ള ടീച്ചർ ഇന്ന് ഈ ഒരു സുവിശേഷം പഴയ നിയമവും പുതിയ നിയമവും മുഴുവൻ എഴുതി അത് പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ സമർപ്പിച്ചിരിക്കുകയാണ്. ടീച്ചറെ സ്വാഗതം. ടീച്ചർ ഒന്ന് നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് ഒന്ന് പരിചയപ്പെടുത്താം. ഞാൻ ഷാലി ജോയ് പത്യാല, ചാലക്കുടി തിരുക്കുടുംബ മതബോധന ദേവാലയത്തിൽ മതബോധന പ്രധാന അധ്യാപികയായിട്ട് വർക്ക് ചെയ്യുന്നു. ഒപ്പം എൻ്റെ ഭവനം കൊടകരയാണ്. ഭർത്താവ്, 2 ആൺമക്കള്, ഒരു മകൻ്റെ കല്യാണം കഴിഞ്ഞു, ഒരു കുഞ്ഞുണ്ട്. അങ്ങനെ ഞങ്ങൾ കുടുംബം താമസിക്കുന്നു. ടീച്ചറെ, എന്തുകൊണ്ടാണ് ഇവിടെ ഇപ്പോൾ ഞങ്ങളിന്ന് മാർക്കോസിൻ്റെ സുവിശേഷം ഒരു രൂപതയിലെ മുഴുവനായിട്ട് കുട്ടികളും പാരൻസും ടീച്ചർ മുഴുവനായിട്ട് ഇത് എഴുതി സമർപ്പിച്ചിരിക്കുകയാണ്. ഇത് എന്താണ് ഇങ്ങനെ ഒരു ചിന്ത വരാനുള്ള കാരണം? അത് മറ്റൊന്നുമല്ല, ഒന്നാമത് എൻ്റെ മത അധ്യയനം തുടങ്ങിയിട്ട് 25 വർഷം പൂർത്തിയായി. 25 വർഷം മത അധ്യാപികയായിട്ട് ചാലക്കുടി തിരുക്കുടുംബ ദേവാലയത്തിൽ സേവനം ചെയ്യുകയാണ് ടീച്ചർ അല്ലേ? അപ്പൊ അതിൻ്റെ ഒരു ദൈവത്തിനുള്ള ഒരു നന്ദി. ഒപ്പം എൻ്റെ ജീവിതത്തിൽ കൂടുതൽ നമ്മൾ വായിക്കുന്നതിനേക്കാൾ ഉപരി എഴുതുമ്പോൾ വചനത്തിലൂടെ കടന്നു പോകാൻ സാധിക്കുമെന്നുള്ള ഒരു ഉറപ്പ്. അതോടുകൂടി തന്നെ ഈ പ്രത്യേക സാഹചര്യം കുഞ്ഞുങ്ങൾക്ക് വിശുദ്ധ മാർക്കോസിൻ്റെ സുവിശേഷം എഴുതാൻ പറയുമ്പോൾ ഒരു അധ്യാപികയായ ഞാൻ അതിന് മാതൃക കാണിച്ചുകൊണ്ട് സമ്പൂർണ്ണ ബൈബിൾ തന്നെ എഴുതി അവരുടെ മുന്നിൽ സമർപ്പിക്കുമ്പോൾ അവർക്കത് കൂടുതൽ ചെയ്യാൻ പ്രചോദനമാവും. അതുകൊണ്ടാണ് ഈ ഒരു സന്ദർഭം ഇതിനായിട്ട് തിരഞ്ഞെടുത്തത്. എത്ര നാളെടുത്തു നമുക്ക് ഈ ഒരു ബൈബിൾ മൊത്തം എഴുതി തീർക്കാനായിട്ട്? സമയം പറയുകയാണെങ്കിൽ 11 മാസമാണ് എടുത്തത്. പക്ഷേ ഞാൻ തുടങ്ങിയിട്ട് 1.5 കൊല്ലത്തോളമായി. 4 മാസം അതിൻ്റെ ഇടയിൽ പല കാരണങ്ങളാൽ നിർത്തേണ്ടി വന്നു. പിന്നെ വീണ്ടും തുടങ്ങി. അങ്ങനെ കാലാവധി പറഞ്ഞാൽ 11 മാസം എടുത്തു എഴുതാനായി. ടീച്ചർ അധ്യാപികയാണ്, ഒപ്പം ഇപ്പോൾ മതബോധന അധ്യാപികയാണ്, പ്രധാന അധ്യാപികയാണ്. 25 വർഷമായിട്ട് മതബോധനം പഠിപ്പിക്കുന്നു. ഒരുപാട് തിരക്കുകളൊക്കെ ഉണ്ട് കുടുംബം. ഈ തിരക്കുകളുടെ ഇടയിൽ എങ്ങനെയാണ് ഇതിനു വേണ്ടി സമയം കണ്ടെത്തിയത്? എങ്ങനെയാണ് അതിന് സമയം എന്ന് പറഞ്ഞാൽ അങ്ങനെ പ്രത്യേകിച്ച് ഒരു സമയം അതിനായിട്ട് മാറ്റിവെക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. കാരണം കുഞ്ഞ് വീട്ടിലുണ്ട്. അവരുടെ അമ്മയപ്പനും ഔദ്യോഗികമായിട്ട് പുറത്തായിരുന്നു, എൻ്റെ കൂടെയായിരുന്നു മോൻ. അപ്പോൾ അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. എങ്കിലും ഈവനിങ്ങിലും എപ്പോഴൊക്കെ സമയം കിട്ടുന്നു അപ്പോൾ ചിലപ്പോൾ രാത്രിയാവാം, ചിലപ്പോൾ പകലാവാം. പ്രത്യേകിച്ച് അതിനു വേണ്ടി ഒരു സമയം എന്ന് എനിക്ക് പറയാൻ പറ്റിയിരുന്നില്ല. കാരണം ഞാനൊരു വീട് നോക്കി നടത്തുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് എന്തൊക്കെ അനുഭവം, പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ബൈബിൾ എഴുതുമ്പോൾ ഇത് ദൈവവചനം തന്നെയാണ് നമ്മൾ എഴുതുന്നത്. ബൈബിൾ വായിക്കുമ്പോൾ നമുക്ക് വലിയൊരു അനുഗ്രഹം കിട്ടുന്നുണ്ട്, വലിയൊരു ആത്മീയ ലെവലിൽ മാറുന്നുണ്ട്, ഒരുപാട് അത്ഭുതങ്ങൾ സംഭവിക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ വായിച്ചുകൊണ്ട് ഈ ബൈബിൾ നമ്മൾ പകർത്തി എഴുതുമ്പോൾ അത് അതിനേക്കാളും ഇരട്ടി അനുഭവം നമുക്ക് കിട്ടുന്നത്. ടീച്ചറിന്റെ ജീവിതത്തിലേക്ക് ഈ ബൈബിൾ എഴുതി തുടങ്ങി ഇപ്പം അവസാനിപ്പിക്കുന്ന ഈ സമയത്തിനിടയിൽ സംഭവിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രത്യേകിച്ച് അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? എനിക്ക് അനുഭവത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ കൂടുതലും സഹനങ്ങളാണ് ഈ സമയത്ത് ഉണ്ടായിട്ടുള്ളത്. ഈവൻ ഈ അവസാന മൊമെന്റിൽ ഈ ക്രിസ്മസിന് ഉണ്ണീശോയ്ക്ക് അത് കൊടുക്കണമെന്ന് ഉറപ്പിച്ച് തന്നെ ഞാൻ എഴുതി. അത്രയും കഠിന പ്രയത്നം. രാത്രിയിലാണ് അധികം സമയം കിട്ടുക. അങ്ങനെ ഇരുന്ന് എഴുതുന്ന സമയത്ത് പോലും എനിക്ക് ഇയർ ബാലൻസിൻ്റെ പ്രോബ്ലം വന്നു. അതുപോലെ തന്നെ കൈപ്പഴുത്ത് അതിൻ്റെ ഒരു ചെറിയ ഓപ്പറേഷൻ. അങ്ങനെ ഒത്തിരി സഹനങ്ങളുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഉറപ്പുണ്ട് ഞാൻ ഈ ചെയ്ത പ്രവൃത്തി വലിയൊരു ജീവിത സാക്ഷ്യത്തിന് കാരണമാകും. അത് ഞാൻ തീർച്ചയായിട്ടും സാക്ഷ്യമായിട്ട് തന്നെ വരും. എനിക്ക് ആ ഒരു ഉറച്ച ബോധ്യമാണ് എന്നെ ഈ പ്രവൃത്തി പൂർത്തിയാക്കാൻ ചെയ്തത്. തീർച്ചയായിട്ടും ടീച്ചർ പറയുമ്പോൾ സഹനം എന്ന് പറഞ്ഞു, പക്ഷെ ടീച്ചർ ചിരിച്ചോണ്ട സഹനത്തെ കുറിച്ച് പറയുന്നത്. അതായത് ഈ ഒരു 11 മാസത്തിന്റെ ഇടയിൽ എഴുതിയപ്പോൾ ഒരുപാട് സഹനങ്ങളുണ്ട്, പക്ഷെ ചിരിച്ചോണ്ട പറയുന്നത്. അതെന്താ അങ്ങനെ? അതായത് ആ സഹനങ്ങൾക്കൊക്കെ അപ്പുറത്ത് ഒരു നന്മനെ കാത്തിരിക്കേണ്ടത് എനിക്ക് ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് അതൊന്നും, അതായത് ഞാൻ വചനത്തിലൂടെ കൂടുതൽ കടക്കുമ്പോൾ നമുക്കറിയാം ബുദ്ധിമുട്ടുകളേറും. അതുണ്ടാവുന്ന അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ കാല് വെച്ചത്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ വരുമ്പോഴും എനിക്കതൊരു എന്താ പറയുക മോശമായിട്ട് തോന്നിയിട്ടില്ല. കാരണം അതെനിക്കറിയാം സാത്താൻ്റെ ഒരു വലിയ പരീക്ഷണമാണെന്ന്. സത്യം പറഞ്ഞാൽ ഞാനിത് എഴുതി തുടങ്ങി ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴും എൻ്റെ മുന്നിൽ വന്ന ഒരു ബൈബിൾ വചനമുണ്ട്. സാത്താൻ പിശാച് ലോകത്തിൽ സിംഹത്തെ പോലെ അലറിക്കൊണ്ട് ഓടി നടക്കുന്നു. അതാണ് എൻ്റെ ചുറ്റുണ്ടായത്. എനിക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് അതിനെക്കുറിച്ചൊരു എന്താ പറയുക ടെൻഷൻ ഉണ്ടായിരുന്നില്ല. കാരണം ഇതിൻ്റെ അപ്പുറത്ത് ഒരു നന്മ ഞാൻ കാണുന്നു, സാക്ഷ്യം കാണുന്നു. തീർച്ചയായിട്ടും ഈ 25 വർഷം കൊണ്ട് നിരവധി കുട്ടികളെ വിശ്വാസത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ആത്മീയതയിലേക്ക് ഉയർത്തിയതാണ് ടീച്ചർക്ക് സാധിച്ചിട്ടുണ്ട്. കുട്ടികളെ പഠിപ്പിക്കൽ വഴി ഇപ്പോൾ പ്രധാന അധ്യാപികയായിട്ട് ചാലക്കുടിയിൽ സേവനം ചെയ്യുകയാണ്. അപ്പോൾ ആ സമയത്ത് തന്നെ ഈ ഒരു വലിയൊരു മഹത്തായ ഒരു കാര്യം ബൈബിൾ മുഴുവനായിട്ട് എഴുതി തീർക്കുക എന്ന് പറയുന്നത് ഒരു ചില്ലറ കാര്യമല്ല.
ഈ പ്രത്യേക ഇത് തുടങ്ങാനായിട്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും മനസ്സിൽ തുടങ്ങിയ ആഗ്രഹം അങ്ങനെ എന്തെങ്കിലും എന്നാ തോന്നിയത് ഇങ്ങനെ ബൈബിൾ മുഴുവൻ തീർക്കണം എന്നുള്ളത്? അത് ആരെങ്കിലും പ്രചോദനം ഉൾക്കൊണ്ടാണോ? അങ്ങനെ പ്രചോദനമല്ല, അത് പറഞ്ഞാല് ഇപ്പൊ കുഞ്ഞുങ്ങളെ കൊണ്ട് ഞങ്ങള് യൂണിറ്റില് പുതിയ നിയമം എഴുതിച്ചു. അപ്പൊ അതിൽ കുറെ തിരുത്തലുകൾ ഞങ്ങൾ ചെയ്യേണ്ടി വന്നു. അപ്പൊ സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ തോന്നി, ഇത്രയധികം തിരുത്തലുകൾ മക്കളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നേക്കാളും നല്ലത് ഞാൻ തന്നെ പൂർണ്ണമായിട്ട് അതങ്ങ് പകർത്തിയാൽ അതൊരു വലിയ അനുഗ്രഹമായിട്ട് മാറില്ലേ എന്ന് ഒരു ചിന്ത എൻ്റെ ഉള്ളിൽ കടന്നിരുന്നു. പക്ഷെ പിന്നീട് പല കാരണങ്ങളാൽ അതങ്ങനെ കിടന്നു. പിന്നെ ഇപ്പോൾ എനിക്ക് സ്വയം തോന്നി, കാരണം എനിക്ക് പ്രായമായിക്കൊണ്ടിരിക്കുകയാണ്. എഴുതണമെന്ന് ആഗ്രഹമുണ്ട്, അത് പൂർത്തിയാക്കാൻ പറ്റുമെന്ന് അറിയില്ല. അപ്പം എത്രയും പെട്ടെന്ന് വചനം പകർത്തണം എന്നുള്ള ചിന്തയിൽ തന്നെയാണ് ഇത് തുടങ്ങിയതും അവസാനിപ്പിച്ചത്. ഓക്കെ ടീച്ചർ, എന്തായാലും മനോഹരമായിരിക്കുന്ന ടീച്ചറിന്റെ അനുഭവങ്ങൾ. അവസാനമായിട്ട് ഒരു കാര്യം, നമ്മളിപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരിൽ ഇന്നിപ്പോൾ ഈ കാലഘട്ടത്തിൽ നിരവധി പേര് ബൈബിളുകൾ എഴുതുന്നുണ്ട്, ഒരുപാട് പേര് ബൈബിൾ എഴുതലിലേക്ക് വരുന്നുണ്ട്. പക്ഷെ എങ്കിൽ കൂടി ചില ആൾക്കാരൊക്കെ ചോദിക്കുന്നുണ്ട്, ഇവരൊക്കെ എന്തിനാ ബൈബിൾ എഴുതുന്നത്? ബൈബിൾ വായിക്കാനുള്ളതാണ്, ബൈബിൾ വായിച്ചാൽ പോരെ, നിങ്ങൾ എഴുതണം എന്തിനാ, ഓൾറെഡി എഴുതിയ ബൈബിളാണ്, വീണ്ടും നിങ്ങൾ എന്തിനാ എഴുതുന്നത്? അങ്ങനെ നിരവധി ചോദ്യം പലവരുടെ ഇടയിലും ഇങ്ങനെ ഉയരുന്നുണ്ട്. സമൂഹ മാധ്യമങ്ങളോടൊക്കെ ഞങ്ങൾ ഇങ്ങനെയുള്ള ന്യൂസുകളൊക്കെ വിടുമ്പോൾ ഞങ്ങൾ അഭിമുഖീകരിക്കുന്ന ചോദ്യങ്ങളാണ്. അവരോടൊക്കെ ടീച്ചർക്ക് എന്താ പറയാനുള്ളത്? ഇത് ഇനി അത് മാത്രമല്ല, ഒപ്പം ഈ ബൈബിൾ എഴുതാൻ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു പേരുണ്ടാവും. ചിലർ തുടങ്ങി വെച്ചിട്ട് ഇടയ്ക്ക് വെച്ച് നിർത്തി സ്റ്റോപ്പ് ഇട്ട് ഇങ്ങനെ പോയവരുണ്ടാവും. അവരോടൊക്കെ ഇപ്പൊ എഴുതി തീർത്ത അനുഭവം വെച്ച് ടീച്ചർക്ക് എന്താ പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ, നമ്മൾ വായിച്ചു പോകുമ്പോൾ പല ഡിസ്റ്റർബൻസ് നമുക്ക് ഉണ്ടാവും. എത്രയൊക്കെ നമ്മൾ പ്രാർത്ഥിച്ചാലും അതിൽ വരും. പക്ഷെ എഴുതുമ്പോൾ എങ്ങനെ തന്നെയായാലും നമുക്കത് അതിലൂടെ കടന്നു പോകുക. അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു സ്ക്രീനിൽ കാണണമെന്നാണ് നമ്മൾ എഴുതുമ്പോൾ. അപ്പോൾ ആ ഒരു അനുഭവം വല്ലാത്ത അനുഭവമാണ്. പ്രത്യേകിച്ച് പുതിയ നിയമത്തേക്ക് വരുമ്പോൾ ഈശോയുടെ ജീവിതത്തിലൂടെ വെളിപാട്, അതുപോലെ അപ്പസ്തോല പ്രവർത്തനങ്ങൾ, ഇതൊക്കെ ഒത്തിരി അനുഭവമായിട്ട് മാറിയിട്ടുണ്ട്. കാരണം നമ്മുടെ മുന്നിൽ നമ്മളത് കാണാണ്, ഇന്നതാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കണേ എന്നുള്ളത്. അതൊരു വലിയ അനുഭവമാണ്. പിന്നെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള ഒരു നിമിഷമായിരുന്നു ക്രിസ്മസ് രാത്രിയിൽ ഞങ്ങളുടെ പള്ളിയിൽ ഇത് സമർപ്പിച്ചത്. കാരണം ഉണ്ണീശോയ്ക്ക് സമ്മാനമായിക്കൊണ്ട് വചനം തന്നെ, വചനമാംസമായി തീർന്ന ആ നിമിഷം നമ്മൾ ഈ വചനം, എൻ്റെ കൈ കൊണ്ട് എഴുതിയ വചനം ഈശോയ്ക്ക് കൊടുക്കാൻ പറ്റി എന്നുള്ളത് വലിയൊരു സന്തോഷാനുഭവമായിരുന്നു. അതുവരെ ഉണ്ടായിരുന്ന എല്ലാ ദുഃഖങ്ങളും ഇല്ലാതാക്കിയ വളരെ വലിയൊരു സന്തോഷാനുഭവം. അപ്പോൾ എനിക്ക് എഴുതാനുള്ളവരോടും പറയാനുള്ളത് ഇതാണ്, എഴുതുമ്പോൾ പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം, പക്ഷെ പൂർത്തിയാകുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന ആ സന്തോഷം മുന്നിൽ കണ്ടുകൊണ്ട് എഴുതാ പൂർത്തിയാക്കുക. തീർച്ചയായിട്ടും ഒരുപാട് തിരക്കുകളിൽ നിന്ന് ഇടയിലാണ് ടീച്ചർ ഇത് എഴുതിയത്. പണിയിലാണ്ടിരിക്കല്ല, വീട്ടിലെ പ്രധാന അധ്യാപികയാണ്, കാറ്റസിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, വീട്ടിൽ 2 പിള്ളേരുടെ മക്കൾ, ഇവരെല്ലാവരും നോക്കുന്ന ഒരു കുടുംബസ്ഥയാണ്. അപ്പം ഇതിൻ്റെ എല്ലാം ഇടയിലാണ് ടീച്ചർ ഇത് എഴുതിയത്. തീർച്ചയായിട്ടും ടീച്ചർ അത് എഴുതാൻ കാണിച്ച ഈ ഒരു ടീച്ചർ ഇത് എഴുതാൻ കാണിച്ച ആഗ്രഹം, ഇത് പൂർത്തിയാക്കിയതിനെ കുറിച്ച്, ഇതെല്ലാം നമുക്കൊരു പ്രചോദനമാകട്ടെ. ഇനിയും എഴുതാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇത് ദൈവവചനമാണ്, ഈശോയാണ്. ഈ ഈശോയെ നമ്മൾ വായിക്കുകയും അത് അനുഭവിച്ചറിയുകയും ചെയ്യുകയാണ് ഈ എഴുത്തിലൂടെ കൂടി സംഭവിക്കുന്നത്. മാംസം ധരിച്ച ഈശോയെ നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് സ്വീകരിക്കാം.